ഗാന്ധിജിയെ നമ്മൾ രാഷ്ട്രപിതാവ് എന്ന മഹത്തായ നിലയിൽ ആദരിക്കുന്നു. എന്നാൽ ചരിത്രത്തിന്റെ മറുവശത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ചിന്തകളിലും നിരവധി വിവാദങ്ങളും വിമർശനങ്ങളും ഉണ്ടെന്നതും സത്യമാണ്. ഗാന്ധിജിയുടെ സംഭാവനകളെ അംഗീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തെറ്റുകളും വിരോധാഭാസങ്ങളും മനസ്സിലാക്കുന്നതും അത്രത്തോളം തന്നെ ആവശ്യമാണ്. ഗാന്ധിജിയുടെ സ്ത്രീകളോടുള്ള സമീപനം വളരെ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ പ്രധാന പങ്ക് വീടും കുടുംബവും നോക്കുക എന്ന നിലയിലാണ് അദ്ദേഹം കണ്ടിരുന്നത്. പുരുഷന്മാരുടെ തുല്യരായി സാമൂഹിക ജീവിതത്തിലും രാഷ്ട്രീയത്തിലും അവർക്ക് സ്ഥാനം നൽകാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. സ്ത്രീകളുടെ ശരീരത്തെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും കടുപ്പമുള്ളതായിരുന്നു. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞിരുന്നു, ഒരു സ്ത്രീ തന്റെ ശരീരം പുരുഷന്റെ മോഹത്തിനായി ഉപയോഗിക്കുന്നുവെങ്കിൽ അത് വേശ്യാവൃത്തി തന്നെയാണ്. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ സ്ത്രീകളുടെ ശരീര സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും ചോദ്യം ചെയ്യുന്നതാണെന്ന് വിമർശകർ പറയുന്നു. അതിൽ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ ബ്രഹ്മചര്യ പരീക്ഷണങ്ങളായിരുന്നു. തന്റെ ആത്മനിയന്ത്രണം പരിശോധിക്കാനെന്ന പേരിൽ അദ്ദേഹം യുവ സ്ത്രീകളോടൊപ്പം നഗ്നയായി കിടന്നുറങ്ങുകയും അത് ആത്മനിയന്ത്രണത്തിന്റെ പരീക്ഷണമാണെന്ന് വിശദീകരിക്കുകയും ചെയ്തു. സ്വന്തം സഹോദരിയുടെ മകളായിരുന്ന മലൂബിനടക്കം പലരും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ഗാന്ധിജി തന്നെ എഴുതിയിട്ടുണ്ട്, എന്റെ ബ്രഹ്മചര്യം പരീക്ഷിക്കാൻ ഞാൻ നഗ്നയായി ഉറങ്ങുന്ന പെൺകുട്ടികളോടൊപ്പം ഉറങ്ങാറുണ്ടായിരുന്നു. മനുബൻ പിന്നീട് തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ചിലപ്പോഴും അദ്ദേഹം പെൺകുട്ടികളോട് തന്റെ മുമ്പിൽ നഗ്നയായി കുളിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇന്നത്തെ മാനദണ്ഡത്തിൽ ഇത് വ്യക്തമായി ലൈംഗികവും മനോവൈകാരികവുമായ ചൂഷണമായി കണക്കാക്കപ്പെടുന്നു. ജോസഫ് ലെലിവൽഡ് എഴുതിയ ഗ്രേറ്റ് സോൾ എന്ന പുസ്തകത്തിൽ ഇതിനെപ്പറ്റി വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദളിതരെ പറ്റിയുള്ള ഗാന്ധിജിയുടെ സമീപനവും വലിയ വിമർശനങ്ങൾക്കിടയായി. അദ്ദേഹം അവരെ ഹരിജൻ എന്ന് വിളിച്ചിരുന്നു, അർത്ഥം ദൈവത്തിന്റെ മക്കളെന്നാണ്. എന്നാൽ ഇതിലൂടെ ഗാന്ധിജി അവരെ സ്വതന്ത്രമായ ഒരു രാഷ്ട്രീയ ശക്തിയായി അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ അഭിപ്രായം. 1932 പൂനെ പാക്ട് സംഭവത്തിൽ ഇത് വ്യക്തമായി തെളിഞ്ഞു. ബ്രിട്ടീഷ് സർക്കാർ ദളിതർക്കായി പ്രത്യേക രാഷ്ട്രീയം പ്രതിനിധാനം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഗാന്ധിജി ശക്തമായി എതിർത്ത് ഉപവാസം ആരംഭിച്ചു. ഗാന്ധിജിയുടെ സമ്മർദ്ദം കാരണം അംബേദ്കർ ഒടുവിൽ തന്റെ ആവശ്യം പിൻവലിക്കേണ്ടി വന്നു. പിന്നീട് അംബേദ്കർ പറഞ്ഞതുപോലെ ഗാന്ധിജി ദളിതരുടെ സ്വതന്ത്ര രാഷ്ട്രീയ അവകാശം തന്നെ തടഞ്ഞു എന്നാണ്. ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ച കാലത്തും അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ വംശീയമായി വിമർശിക്കപ്പെട്ടു. 1893 മുതൽ 1914 വരെ അദ്ദേഹം അവിടെ ഇന്ത്യൻ സമൂഹത്തിന്റെ അവകാശങ്ങൾക്കായി പ്രവർത്തിച്ചെങ്കിലും ആഫ്രിക്കൻ സ്വദേശികളുടെ അവകാശങ്ങൾക്കായി ശക്തമായി പ്രവർത്തിച്ചില്ല. പലപ്പോഴും അദ്ദേഹം കറുത്തവർഗ്ഗക്കാരെ കാഫിർ എന്ന അപമാനകരമായ വാക്കിൽ വിളിച്ചിരുന്നു. 1903 ഒരു രേഖയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, ഇന്ത്യക്കാരെ കറുത്തവരെ പോലെ കാണുന്നത് വലിയ തെറ്റാണ്. ഇതിലൂടെ ഗാന്ധിയുടെ ആദ്യകാല വംശീയ ചിന്തകൾ വ്യക്തമാകും. ഗാന്ധിജിയുടെ രാഷ്ട്രീയ തീരുമാനങ്ങളിലും വലിയ വിരോധാഭാസങ്ങൾ കാണാം. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ച് ഇന്ത്യക്കാരെ സൈന്യത്തിൽ ചേരാൻ പ്രോത്സാഹിപ്പിച്ചു. അഹിംസയെ തന്റെ ജീവിതത്തിന്റെ മുഖ്യ സിദ്ധാന്തമാക്കി പ്രഖ്യാപിച്ചിരുന്ന അദ്ദേഹം യുദ്ധത്തിനായ ആളുകളെ അയച്ചത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. അതുപോലെ 1920 ഖിലാഫത്ത് പ്രസ്ഥാനത്തെ അദ്ദേഹം പിന്തുണച്ചത് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കുകയും പിന്നീട് ഇന്ത്യ വിഭജിക്കപ്പെടുന്നതിന് വഴി തുറക്കുകയും ചെയ്തുവെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെട്ടു. സാമ്പത്തിക ചിന്തകളിലും ഗാന്ധിജി വിമർശിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ആശയം ഗ്രാമകേന്ദ്രീതമായി സ്വയം പര്യാപ്തതയിലായിരുന്നു. ചർക്ക, കൈത്തറി, ഗ്രാമവ്യവസ്ഥകൾ എന്നിവയെ അദ്ദേഹം മുൻനിർത്തി. എന്നാൽ വ്യവസായവൽക്കരണത്തെയും യന്ത്രങ്ങളെയും അദ്ദേഹം എതിർത്തു. ഇന്ത്യയുടെ വലിയ ജനസംഖ്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വ്യവസായവൽക്കരണം അനിവാര്യമായിരുന്നെങ്കിലും ഗാന്ധിജിയുടെ ചിന്തകൾ പലപ്പോഴും രാജ്യത്തിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തിയെന്നും സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ഗാന്ധിജി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. എന്നാൽ സ്ത്രീകളോടുള്ള സമീപനം, ദളിതരുടെ അവകാശങ്ങളെ തടഞ്ഞത്, ദക്ഷിണാഫ്രിക്കയിലെ വംശീയ ചിന്തകൾ, രാഷ്ട്രീയ തീരുമാനങ്ങളിലെ വിരോധാഭാസങ്ങൾ, സാമ്പത്തിക പുരോഗതിയെ തടഞ്ഞ സമീപനം എന്നിവ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഇരുണ്ട വശങ്ങളായി തന്നെ നിലനിൽക്കുന്നു. ചരിത്രത്തെ സത്യസന്ധമായി കാണണമെങ്കിൽ ഗാന്ധിജിയുടെ മഹത്തായ സംഭാവനകളോടൊപ്പം അദ്ദേഹത്തിന്റെ തെറ്റുകളും വിവാദങ്ങളും അംഗീകരിക്കപ്പെടേണ്ടതാണ്.